പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് എന്താ അറിയോ? പോർക്ക് വെച്ചിട്ട് പോർക്ക് ഒരു ഫ്രൈ. നമുക്ക് പോർക്ക് ഫ്രൈ ഉണ്ടാക്കിയാലോ? പോർക്ക് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് 1 കിലോ നമ്മൾ പോർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ പോർക്ക്, 2 സവാള അതിലേക്ക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളകും. അപ്പോൾ അതിലേക്ക് 3 തണ്ട് കരിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. നമുക്ക് അരിഞ്ഞാലോ? നമ്മൾ ഈ കരിവേപ്പില ഇല്ലേ, അത് നമ്മൾ പൊടിയായിട്ട് തന്നെ അരിയാൻ കേട്ടോ. നമ്മൾ അങ്ങനെ ഇടല്ല അത് കേട്ടോ. അതേമാതിരി പൊടിയായിട്ട് തന്നെ അരിയണം. നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചത്. ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ പോർക്ക് നമ്മൾ പ്രഷർ കുക്കറിലിട്ടിട്ട് ഒരു 2-3 വിസിൽ കൊടുക്കണം. ഓക്കെ, അത് നമുക്ക് ചെയ്താലോ? അപ്പോൾ നമ്മൾ ഈ പ്രഷർ കുക്കറിൽ നമ്മൾ ആ കഷ്ണം വെട്ടി വെച്ച പോർക്ക് നമ്മൾ ഇതിലേക്ക് ഇടുക. എന്താ, നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനെ വേണം. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, പിന്നെ നമ്മൾ മല്ലിപ്പൊടി, പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വേവിക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ല ഇളക്കിയിട്ടേ ഒന്ന് നമുക്കിങ്ങനെ ഇളക്കി പിടിപ്പിക്കാം. ഉണ്ടോ? പിടിപ്പിച്ചിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കാം. ഇത് നമ്മളിത് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് നമ്മളിതെല്ലാം റെഡിയായി. ഇനി നമ്മൾ പ്രഷർ കുക്കറിൽ വെയിറ്റ് ഇട്ടിട്ട് ഒരു 3 വിസിൽ വരുന്ന മാതിരി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളെന്താണ് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നല്ല ഒന്ന് മൂത്തെടുക്കണം കേട്ടോ. നല്ല ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും കൂടെ വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് എന്തായിട്ടുണ്ട്? നമ്മുടെ പച്ചമുളകും കരിവേപ്പിലയും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കരിവേപ്പില, അപ്പോൾ നമ്മളിത് റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ വെട്ടി വെച്ച സവാള ഇല്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
നമുക്കത് വഴലാൻ വേണ്ടിയിട്ടേ നമുക്കിതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് വരണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്താ ചെയ്യണ്ടേ, ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ച പോർക്കില്ലേ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളത് ഈ പരിവാകുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം. നമുക്ക് ഏകദേശം ഒരു 2 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ നല്ല ഇളക്കി കൊടുക്കുക. നമ്മളിത് എന്താണ് ഒന്നും കൂടി ഒന്ന് നമ്മുടെ ഫ്രൈ ആയി മാറിയാവണം. നമുക്കിതിങ്ങനെ വെച്ചിട്ട് താഴ്ന്ന തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ ആക്കിയെടുക്കാം. ഓക്കെ, പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കഴിച്ചു നോക്കിയാലോ. നമ്മൾ ആദ്യം എന്തെയ്യണമെന്നറിയോ, ഈ ചെറുനാരങ്ങ നീരെടുത്തിട്ട് ഒന്നിങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിവിടെ അതിനെ ചാമരയുടെ ചോറുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതും എടുത്തിട്ട് കുറച്ചിടും. നമ്മൾ കുറച്ച് ചോറ് ഇതെടുക്കുക, സവാള കഷ്ണം ഇതിൻ്റെ കൂടെ അടിപൊളിയാണ്. നല്ലൊരു ടേസ്റ്റ്. ചാമയുടെ ചോറും പോർക്ക് ഫ്രൈയും ആ ലെമണിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു.